ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഞാൻ വളരെ ഗൗരവമുള്ള എന്നാൽ പലരും ഉത്തരം പറയാൻ ഭയപ്പെടുന്ന ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ വഴിയിലാണോ നടക്കുന്നത്? അതോ നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം നടന്നിട്ട് അതിന് ദൈവത്തിൻ്റെ പേര് നൽകുകയാണോ? പലരും ചിന്തിക്കുന്നത് എല്ലാ ഞായറാഴ്ചകളിലും പള്ളിയിൽ പോകുന്നത് പ്രാർത്ഥിക്കുന്നതും കൊണ്ട് മാത്രം അവർ ദൈവവഴിയിൽ ആണെന്നാണ്. എന്നാൽ മത്തായി 7:14 ഈശോ പറയുന്നു, ജീവനിലേക്ക് നയിക്കുന്ന വാതിൽ ഇടുങ്ങിയതും വഴി വീതി കുറഞ്ഞതുമാണ്, അത് കണ്ടെത്തുന്നവരോ ചുരുക്കം. സഹോദരങ്ങളെ, നിങ്ങൾ നടക്കുന്നത് ജീവനിലേക്കുള്ള ആ ഇടുങ്ങിയ വഴിയിലൂടെയാണോ? അത് എങ്ങനെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും? നിങ്ങൾ ശരിയായ വഴിയിൽ ആണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വിചിത്രമായ ചില കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങും. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് ഉറപ്പിക്കുന്ന വ്യക്തമായ ചില അടയാളങ്ങളെക്കുറിച്ചാണ്. ഓരോന്നും ബൈബിൾ വചനത്തോടെ ഓരോന്നായി നമുക്ക് നോക്കാം. ഇതിൽ അവസാനത്തെ അടയാളങ്ങൾ കേൾക്കുമ്പോൾ ഒരുപക്ഷെ ശരിക്കും നിങ്ങൾ അത്ഭുതപ്പെടും. ഈ വലിയ സത്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് എത്ര ക്ലേശപൂർണമാണെങ്കിലും ദൈവത്തിൻ്റെ വഴിയിലൂടെ മാത്രം നടക്കാൻ ആഗ്രഹിക്കുന്ന സകലരും താഴെ കമൻറ്റ് ബോക്സിൽ വലിയൊരു വിശ്വാസത്തോടെ ഇപ്രകാരം ഒന്ന് എഴുതുക: കർത്താവെ, എൻ്റെ ഇഷ്ടങ്ങളല്ല അവിടുത്തെ വഴികളിലൂടെ നടക്കാൻ എന്നെ സഹായിക്കണമേ. സഹോദരങ്ങളെ, നിങ്ങളുടെ ഈ ചെറിയ പ്രാർത്ഥന ഇടുങ്ങിയ വഴിയിലൂടെ നടക്കാനുള്ള വലിയൊരു കൃപയായി മാറട്ടെ. അടയാളം 1: വെട്ടിയൊരിക്കലിൻ്റെ വേദന. യോഹന്നാൻ 15:2 ഈശോ പറയുന്നു, എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു, എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ദൈവവഴിയിലാണെങ്കിൽ അവിടെ അപ്രതീക്ഷിതമായ ചില നഷ്ടങ്ങളുണ്ടാകും. ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും തകർന്നു പോയ ചില ബന്ധങ്ങൾ, പെട്ടെന്ന് അടഞ്ഞുപോയ ചില വാതിലുകൾ എല്ലാം പിശാചിൻ്റെ ആക്രമണമായിരുന്നില്ല, മറിച്ച് നിങ്ങളുടെ ആത്മീയ വളർച്ചയെ തടഞ്ഞു നിർത്തിയ കാര്യങ്ങളെ ദൈവം സ്നേഹത്തോടെ വെട്ടിമാറ്റിയതായിരുന്നു. ഉണങ്ങിയ കൊമ്പുകളെയല്ല, ഫലം തരുന്ന കൊമ്പുകളെയാണ് ദൈവം വെട്ടിയൊരുക്കുന്നത്. അതുകൊണ്ട് ഈ വേദന ഒരു തകർച്ചയല്ല, ദൈവത്തിൻ്റെ വെട്ടിയൊരുക്കലാണ്. അടയാളം 2: സൗഹൃദങ്ങൾ കുറയുന്നു. ലൂക്ക 12:51 ഈശോ പറയുന്നു, ഭൂമിയിൽ സമാധാനം നൽകാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അല്ല, ഭിന്നത എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾ യഥാർത്ഥമായി ദൈവവഴിയിൽ നടക്കാൻ ഒരുങ്ങുമ്പോൾ നിങ്ങളുടെ കൂടെയുള്ള പലരും നിങ്ങളെ വിട്ട് മാറിപ്പോകും. പാപത്തോടും ലോകത്തോടുമുള്ള നിങ്ങളുടെ വിട്ടുവീഴ്ചകൾ അവസാനിക്കുമ്പോൾ അവർക്ക് നിങ്ങളോട് കൂടെ നടക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടാകും. അവർ നിങ്ങളെ ഒറ്റപ്പെടുത്തും. ഓർക്കുക, ദൈവം ആ ആളുകളെ മാറ്റുന്നത് നിങ്ങൾ ദൈവത്തോടും വിശുദ്ധിയോടും അടുപ്പിക്കുന്ന യഥാർത്ഥ വ്യക്തികളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനാണ്. അടയാളം 3: നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർണ്ണമായും മാറുന്നു. സങ്കീർത്തനങ്ങൾ 37:4 പറയുന്നു, കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. ഈ വചനത്തിൻ്റെ അർത്ഥം നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം ദൈവം തരും എന്നല്ല, മറിച്ച് നിങ്ങൾ ദൈവവഴിയിലാകുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ആഗ്രഹങ്ങളെ തന്നെ ദൈവം മാറ്റുമെന്നാണ്. പണ്ട് നിങ്ങൾക്ക് വലിയ സന്തോഷം നൽകിയിരുന്ന സാഹചര്യങ്ങളോട്, പാപ സാഹചര്യങ്ങളോട്, ലോകത്തിൻ്റെ താൽക്കാലിക കൈയടികളോട് ഇപ്പോൾ നിങ്ങൾക്ക് വല്ലാത്തൊരു വെറുപ്പ് തോന്നും. ലോകം നിങ്ങളെ നോക്കി ഇവൻ എന്തുപറ്റി എന്ന് ചോദിക്കും. ഇത് നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതിൻ്റെ വലിയൊരു അടയാളമാണ്. അടയാളം 4: സാഹചര്യങ്ങളെ വെല്ലുന്ന സമാധാനം. ഫിലിപ്പിയർ 4:7 പറയുന്നു, അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. ദൈവത്തിൻ്റെ വഴികളിലൂടെ നടക്കുന്നു എന്നതിനർത്ഥം ജീവിതത്തിൽ പ്രശ്നങ്ങളില്ല എന്നതല്ല. നിങ്ങളുടെ ജീവിതത്തിൻ്റെ വലിയ സാമ്പത്തിക പ്രതിസന്ധികൾ നടക്കുമ്പോഴും കാറ്റും കോളും നിറഞ്ഞ സാഹചര്യങ്ങൾക്ക് നടുവിൽ നിങ്ങളുടെ ഹൃദയത്തിൽ വല്ലാത്തൊരു ശാന്തത ഉണ്ടായിരിക്കും. ലോകത്തിന് അത് മനസ്സിലാക്കാൻ കഴിയില്ല. നിങ്ങളുടെ സമാധാനം സാഹചര്യങ്ങളെ ആശ്രയിച്ചല്ല, ദൈവവുമായുള്ള ബന്ധത്തെ ആശ്രയിച്ചാണ്. അടയാളം 5: നിങ്ങളെ ഉറങ്ങാൻ അനുവദിക്കാത്ത പാപബോധം. യോഹന്നാൻ 16:8 പറയുന്നത് എന്താണെന്ന് നോക്കാം.
അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. നിങ്ങൾക്ക് ഒരു തെറ്റ് ചെയ്തിട്ട് യാതൊരു കുറ്റബോധം തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ വഴിയിൽ അല്ല. എന്നാൽ നിങ്ങൾ ദൈവവഴിയിലാണെങ്കിൽ ആരെക്കുറിച്ചെങ്കിലും ഒരു ചെറിയ പരദൂഷണം പറഞ്ഞാൽ പോലും നിങ്ങളുടെ ഉള്ളിൽ വല്ലാത്തൊരു അസ്വസ്ഥതയും പാപബോധവും തോന്നും. അത് ദൈവം നിങ്ങളെ തള്ളിക്കളയുന്നതല്ല, മറിച്ച് നിങ്ങൾ തെറ്റിലേക്ക് പോകാതെ തിരുത്താൻ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ സംസാരിക്കുന്നതാണ്. അടയാളം 6. ചെറിയ കാര്യങ്ങളിലെ ദൈവിക സ്ഥിരീകരണം. സങ്കീർത്തനങ്ങൾ 37:23 പറയുന്നു, മനുഷ്യന്റെ പാദങ്ങളെ നയിക്കുന്നത് കർത്താവാണ്. തനിക്ക് പ്രീതികരമായി ചലിക്കുന്നവനെ അവിടുന്ന് സുസ്ഥിരനാക്കും. സഹോദരങ്ങളെ, ദൈവം എപ്പോഴും ഇടിമുഴക്കത്തിലൂടെയല്ല സംസാരിക്കുന്നത്. നിങ്ങൾ വലിയൊരു പ്രതിസന്ധിയിൽ ആയിരിക്കുമ്പോഴും നിങ്ങൾ പെട്ടെന്ന് ബൈബിൾ തുറന്ന് വായിക്കുമ്പോൾ അതിലൂടെ ഒരു വചനത്തിലൂടെ ഉത്തരം നൽകും. ഇതെല്ലാം യാദൃച്ഛികമല്ല. ഓരോ ചുവടുവെപ്പിലും ദൈവം നിങ്ങളുടെ കാൽവെപ്പുകളെ കൃത്യമായി നയിക്കുന്നു എന്നതിൻ്റെ അടയാളങ്ങളാണിവ. അടയാളം 7. കംഫർട്ട് സോണിൻ്റെ പുറത്തേക്ക് ദൈവം വിളിക്കുന്നു. വചനം പറയുന്നു, നിനക്ക് എൻ്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത്. നിങ്ങളെ എപ്പോഴും സുരക്ഷിതനായി ഇരുത്താനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് യാതൊരു കഴിവുമില്ല എന്ന് തോന്നുന്ന വലിയ കാര്യങ്ങൾ ചെയ്യാൻ ദൈവം നിങ്ങളെ വിളിക്കുന്നു. ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല എന്ന് കരുതിയവരോട് ക്ഷമിക്കാൻ കഴിയും. സഹോദരങ്ങളെ, നിങ്ങളുടെ കഴിവില്ലായ്മകൾ അംഗീകരിച്ച് ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവം അവിടുത്തെ ശക്തി നിങ്ങളിലൂടെ പ്രകടിപ്പിക്കും. അടയാളം 8. നിലനിൽക്കുന്ന ആത്മീയ ഫലങ്ങൾ. യോഹന്നാൻ 15:8 പറയുന്നു, നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുന്നതും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു. ഏറ്റവും അവസാനത്തെയും ഏറ്റവും ശക്തമേറിയ അടയാളം ഇവയാണ്. നിങ്ങളുടെ പ്രാർത്ഥന വെറുമൊരു പ്രകടനമല്ല. നിങ്ങളുടെ ജീവിതവും കണ്ട് നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ ക്ഷമയും നിങ്ങളുടെ സമാധാനവും മറ്റുള്ളവർക്ക് ആശ്വാസം ലഭിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളിലൂടെ മറ്റുള്ളവർ ക്രിസ്തുവിലേക്ക് അടുക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചുകൊള്ളുക, നിങ്ങൾ പൂർണ്ണമായും ദൈവത്തിൻ്റെ വഴിയിലാണ്. സഹോദരങ്ങളെ, ഈ 8 അടയാളങ്ങളിൽ ഏതാണ് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത്? ഒറ്റപ്പെടലാണോ അതോ വെട്ടിയൊരുക്കലാണോ? എന്തുതന്നെയായാലും ഭയപ്പെടരുത്. സ്വർഗം നിങ്ങളെ ശരിയായ വഴിയിലൂടെയാണ് നയിക്കുന്നത് എന്നുള്ള വലിയ സത്യം നിങ്ങൾ മനസ്സിലാക്കുക. ഈ കേട്ട വചനങ്ങൾ കൊണ്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും അവിടുന്ന് കാത്ത് പരിപാലിക്കുമാറാകട്ടെ.